അതാണ് വായന നൽകുന്ന ഒരു സുഖകരമായ ഒരു അനുഭവമുണ്ട്, അനുഭൂതിയുണ്ട്. അതിനി എത്ര സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ നോക്കിയാലും, എത്ര റീൽസ് കണ്ടാലും, എത്ര ഫേസ്ബുക്ക് നോക്കിയാലും വായനയുടെ അനുഭവം മറ്റൊന്ന് തന്നെയാണ്. അത് വായിച്ച് തന്നെ നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ വായിക്കാൻ പുസ്തകങ്ങളുണ്ട്, പക്ഷേ നമ്മുടെ വംശനാശം നേരിടുന്നു. എന്തിനാണ്? എഴുതുന്ന വ്യക്തികൾക്ക് വംശനാശം നേരിടുന്നു എന്നുള്ളതാണ്, ഇല്ലേ? ഇപ്പം നമ്മളിവിടെ പറഞ്ഞു, നമ്മുടെ സിനിമാ നടന്മാരുടെ മക്കൾ സിനിമയിലേക്ക് വരുന്നു, ഇല്ലേ? പോലീസുകാരുടെ മക്കൾ പോലീസിലേക്ക് വരുന്നു, അധ്യാപകരുടെ മക്കൾ അധ്യാപകരാവാൻ ശ്രമിക്കുന്നു. പക്ഷേ എഴുത്തുകാരുടെ മക്കളൊന്നും എഴുത്തിലേക്ക് വരുന്നില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇല്ലേ? അപ്പോൾ എഴുത്തിന് ഒരു വംശനാശം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇന്നത്തെ പരിപാടിയുടെ പ്രസക്തി എന്നുള്ളതാണ്, അല്ലേ? നമ്മുടെ ഒരു കൊച്ചു മിടുക്കിയായ യുവ സാഹിത്യകാരിയായിട്ട് നമ്മുടെ രാജ്യം അല്ലെങ്കിൽ നമ്മുടെ നാട് അഭിമാനപൂർവ്വം നാളെ ഓർക്കുന്ന ഒരു പേരായിട്ട് അമലി ബിജുവിൻ്റെ പേര് മാറട്ടെ, ഇല്ലേ? അത് ഒരുപാട് പേർക്ക് പ്രചോദനമാകട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ സ്കൂളിലിരിക്കുന്ന നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് യുവതലമുറയിലുള്ള എഴുത്തുകാർക്ക് എഴുതാനുള്ള പ്രചോദനമായിട്ട് അമലി ബിജു മാറട്ടെ എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നമ്മൾ വന്നത് തീർച്ചയായിട്ടും അതിന് മറ്റൊന്നുമല്ല, സ്ഥിരോത്സാഹം വേണം, കഠിനാധ്വാനം. ഏത് മേഖല, നിങ്ങളുടെ വിദ്യാഭ്യാസത്തിനോടൊപ്പം തന്നെ നിങ്ങളിൽ അധിഷ്ഠിതമായിട്ടുള്ള എല്ലാ കഴിവുകളെയും പ്രോത്സാഹിപ്പിക്കാൻ നിങ്ങൾ ഓരോരുത്തർക്കും കഴിയണം. ഇന്ന് അമലി ബിജുവാണ് ഇന്നിവിടെ ഇരിക്കുന്നതെങ്കിൽ നാളെ നമ്മൾ ഓരോരുത്തരുമാണ്, നിങ്ങൾ ഓരോരുത്തരുമാണ് ഈ വേദി അലങ്കരിക്കേണ്ടത് എന്ന് സ്വയം നിങ്ങൾ നിശ്ചയദാർഢ്യം എടുക്കണം, ഇല്ലേ? സ്വയം പ്രതിജ്ഞ എടുക്കണം. നാളെ ഈ വേദിയിൽ ഞാനായിരിക്കും ഇരിക്കുന്നത്, എൻ്റെ അച്ഛനും അമ്മയും ഇവിടെ വരും, എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും പ്രൗഡ് മോളാണ് ഞാൻ, ഇല്ലേ? എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും പ്രൗഡ് മോനാണ് ഞാൻ എന്ന് നാളെ ഈ വേദിയിൽ വന്ന് ഉറക്കെ പറയുന്ന ആൾക്കാരായിട്ട് നിങ്ങൾ മാറണം. അതിനുള്ളൊരു പ്രചോദനമാണ് ഇന്ന് ഈ ഫംഗ്ഷനും ഇവിടെ ഇരിക്കുന്ന അമലി ബിജുവും അമലി ബിജുവിൻ്റെ മാതാപിതാക്കളായ ഇവിടെ ഇരിക്കുന്ന ഈ രണ്ടുപേരും. അവരുടെ കണ്ണിലെ തിളക്കം നിങ്ങൾ കണ്ടിരുന്നോ? ഈ വിളക്ക് കത്തിക്കുമ്പോൾ അമലി ബിജുവിൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും തിളക്കം നിങ്ങൾ കണ്ടിരുന്നോ? അതാണ്, ആ തിളക്കമാണ് നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും നിങ്ങൾ നാളെ കൊടുക്കേണ്ട തിളക്കം എന്ന് പറയുന്നത്. ഇവിടെ കയറി നിന്ന് അഭിമാനത്തോടെ നിൽക്കാൻ കഴിയുക എന്ന് പറയുന്നത് നിസ്സാരമായ കാര്യമല്ല, നിസ്സാരമായ കാര്യമല്ല. നിങ്ങളൊരു റോസാപ്പൂ ഈ സ്റ്റേജിൽ വന്ന് മേടിച്ചു, ഒരു റോസാപ്പൂ, വലിയ ട്രോഫിയൊന്നും വേണ്ട, ഒരു റോസാപ്പൂ, അതിന് അവസരം കിട്ടുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ കാര്യം. അതിന് അവസരം നിങ്ങളുടെ മാതാപിതാക്കൾക്ക് കൊടുക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ പുണ്യപ്രവൃത്തി. ഇവിടെ മേജർ രവി സാർ പറഞ്ഞില്ലേ, നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്ക് നിങ്ങളൊരു ഉമ്മ കൊടുക്കണമെന്ന്. എത്ര പേര് ചെയ്യും? വളരെ കുറച്ച് ആൾക്കാരോടെ കൈവക്കി, ഇല്ലേ? ആ ഉമ്മ കൊടുക്കണം. അത് തന്നെയാണ് നിങ്ങൾ യൂണിഫോം ഇട്ട്, നിങ്ങൾ ബാഗ് എടുത്ത്, നിങ്ങൾ സ്കൂളിൽ പോകാൻ നേരത്ത് നിങ്ങൾ കെട്ടിപ്പിടിച്ച് നിങ്ങളുടെ അച്ഛൻ്റെ അമ്മയുടെ നെറ്റിയിൽ കൊടുക്കുന്നൊരു ഉമ്മയുണ്ടല്ലോ, ആ ഉമ്മ നൽകിയിട്ട് ആ അച്ഛൻ്റെ അമ്മയുടെ ഒരു ചിരിയുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ആ ചിരി ആയിരിക്കണം നിങ്ങളുടെ ഊർജം. നിങ്ങൾ ഉമ്മ കൊടുക്കുമ്പോൾ ഇവിടെ ഒരു പ്രസരിപ്പുണ്ട് അച്ഛനും അമ്മയ്ക്കും. ആ പ്രസരിപ്പാണ് നിങ്ങൾക്ക് വേണ്ടി ഓടാനുള്ള അവരുടെ ഊർജം. അപ്പോൾ ഉമ്മയുടെ പ്രസക്തി എത്രയെന്നറിയാമോ? ഇത്രയാണ്. അപ്പോൾ നാളെ മുതൽ ചെയ്യും എല്ലാവരും. നാളെ യൂണിഫോം ഇട്ട് ബാഗ് എടുത്തിടുമ്പോൾ നിങ്ങളുടെ അച്ഛനും നിങ്ങളുടെ അമ്മയ്ക്കും നെറ്റിയിൽ ഒരു ഉമ്മ കൊടുക്കുക. എന്നിട്ട് കണ്ണാടി പോയി എന്ത് പറയണം? ഒരു കാര്യം കൂടി പറയണം കണ്ണാടിയുടെ മുന്നിൽ പോയെന്ന്. എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും പ്രൗഡ് മോളാണ് ഞാൻ, എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും പ്രൗഡ് മോളാണ് ഞാൻ, എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും പ്രൗഡ് മോനാണ് ഞാൻ, ഈ നാടിൻ്റെ അഭിമാനം ഞാനാകും. പറയുമോ എന്ന് പറഞ്ഞിട്ട് വേണം നിങ്ങൾ ഈ സ്കൂളിലേക്ക് വരാൻ. എല്ലാവരും ചെയ്യുമോ നാളെ? ഓക്കെ. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും അങ്ങനെ തന്നെ. ഇവിടെ ഇരിക്കുന്ന മേജർ രവി സാർ സംവിധായകനായിരുന്നു, ഇല്ലേ? അദ്ദേഹം മേജർ റാങ്കിൽ ആർമിയിൽ നിന്ന് റിട്ടയർ ആയ ഉദ്യോഗസ്ഥനാണ്, മേജർ റാങ്കിൽ. അദ്ദേഹം വിചാരിക്കണം ലക്ഷക്കണക്കിന് രൂപ അദ്ദേഹത്തിന് ശമ്പളം പെൻഷനായിട്ട് കിട്ടും. അദ്ദേഹം വിചാരിക്കണം എനിക്ക് ഇത്രയും പൈസയൊക്കെ കിട്ടും, ഇവിടെ ഇരുന്നാൽ പോരെ. അദ്ദേഹത്തിൻ്റെ സ്വപ്നം എന്തായിരുന്നു? ചലച്ചിത്ര സംവിധായകനാവുക, ഇല്ലേ? അദ്ദേഹത്തിൻ്റെ ലക്ഷ്യത്തിലേക്ക് ഏത് പ്രായത്തിലാണ്? 50, 45, 50 വയസ്സുള്ളപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ സ്വപ്നത്തിലേക്ക് അദ്ദേഹം നടന്നു കയറുവാണ്, ഇല്ലേ? കീർത്തിചക്ര എന്ന സിനിമയിലൂടെ നമ്മൾ കണ്ടു. എത്ര മനോഹരമായ സിനിമയാണത്, നമ്മളെല്ലാം കണ്ടില്ലേ? ഇന്ന് നമ്മളെ എല്ലാം അറിയുന്ന, നമ്മുടെ നാടറിയുന്ന ഏറ്റവും മികച്ച സംവിധാനമായി നടനായി മാറി എന്തുകൊണ്ടാണ്? സ്ഥിരോത്സാഹം ഉണ്ടായതുകൊണ്ടാണ്, കഠിനാധ്വാനം ഉണ്ടായതുകൊണ്ടാണ്, ഇല്ലേ? അപ്പോൾ അങ്ങനെ സ്ഥിരോത്സാഹമുള്ള, കഠിനാധ്വാനമുള്ള യുവതലമുറയായിട്ട് നമ്മൾ ഓരോരുത്തരും മാറണം, ഇല്ലേ? അതിന് നിങ്ങളുടെ വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ നിങ്ങളിൽ അർപ്പിതമായ ഓരോ കഴിവും വളർത്തിയെടുക്കാൻ നിങ്ങൾ നിരന്തരമായി പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക. ചിലപ്പോൾ നാളെ ഒന്നും പറ്റണമെന്നില്ല. നിങ്ങളിൽ ഒരുപാട് കഴിവുകളുണ്ട്. നിങ്ങളുടെ കഴിവ് ഏതാണെന്ന് മനസ്സിലായി. ഡാൻസ് കളിക്കാൻ ഉള്ളവരുണ്ട്, പാട്ട് പാടാൻ പറ്റുന്നവരുണ്ട്, ഇല്ലേ? അമലി ബിജുവിനെ പോലെ എഴുതാൻ കഴിവുള്ളവരുണ്ട്, ഇല്ലേ? ഇവിടെ പാട്ട് പാടിയ കുട്ടികൾ, പാട്ട് പാടാൻ കഴിവുള്ളവരുണ്ട്. അങ്ങനെ വ്യത്യസ്തമായ കഴിവുകളിൽ അന്തർലീനമാണ് നമ്മളെല്ലാ മനുഷ്യരും. അപ്പോൾ അത് കണ്ടെത്തി അത് പ്രോത്സാഹിപ്പിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കുമുണ്ട്, നിങ്ങളുടെ മാതാപിതാക്കളുണ്ട്. അവർക്ക് സപ്പോർട്ട് ചെയ്യാനേ പറ്റുള്ളൂ,
അല്ലേ? അത് കണ്ടെത്തി അതിൻ്റെ ഫീച്ചേഴ്സ് എന്തെല്ലാമാണെന്ന് മനസ്സിലാക്കി ഈ സമൂഹത്തിൻ്റെ അഭിമാനമായി മാറാൻ നിങ്ങൾക്ക് കഴിയും. അതിന് ഈ നാട് നിങ്ങളോടൊപ്പമുണ്ട്, ഈ ഹോളി ട്രിനിറ്റി എന്ന് പറഞ്ഞ സ്കൂള് നിങ്ങളോടൊപ്പമുണ്ട്. നിങ്ങളുടെ നല്ലവരായ ഇതാണ് നിൽക്കുന്ന ടീച്ചേഴ്സൊക്കെ എത്ര സഹിച്ചാണ് ഇവിടെ നിൽക്കുന്നത്, ഇല്ലേ? നിങ്ങളുടെ അമലി ബിജുവിനെ പ്രോത്സാഹിപ്പിക്കാനല്ലേ ഇവർ നിൽക്കുന്നത്. അപ്പം നിങ്ങളുടെ സ്കൂളിലെ ടീച്ചേഴ്സുണ്ട്, നിങ്ങളുടെ മാതാപിതാക്കളുണ്ട്, ഞങ്ങളെപ്പോലെ ചെറിയ പോലീസുകാരുണ്ട്. എല്ലാവരും നിങ്ങൾക്ക് വേണ്ടിയാണ്, അല്ലേ? എല്ലാവരും നിങ്ങൾക്ക് വേണ്ടി സമയം മെനക്കെടുക്കാൻ നമ്മൾ തയ്യാറാണ്. നിങ്ങളുടെ ശോഭനമായ ഭാവിക്ക് വേണ്ടിയാണ്. അപ്പോൾ അതിനോടൊപ്പം തന്നെ ഒരു പോലീസുകാരൻ എന്നതിൽ എനിക്ക് നിങ്ങളോട് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. നമ്മുടെ നിയമ സംവിധാനങ്ങളെ കൂടി അറിയുന്നവരായിരിക്കണം വിദ്യാർത്ഥികൾ. സാമൂഹിക നിരീക്ഷണമുള്ളവനായിരിക്കണം. ഇന്നത്തെ കാലഘട്ടങ്ങളൊക്കെ മാറി, ഇല്ലേ? ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കുന്നത് സ്കൂളുകൾ കേന്ദ്രീകരിച്ച് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ അതറിയണമെങ്കിൽ എന്ത് വേണം? പുസ്തകം മാത്രം പഠിച്ചാൽ മതിയോ? പോരാ. പുസ്തകം മാത്രം പഠിച്ചാൽ പോരാ, ഇല്ലേ? നമ്മൾ വാർത്തകൾ കാണണം, പത്രം ഡെയിലി വായിക്കണം. ഒരു അരമണിക്കൂറെങ്കിലും പത്രം വായിക്കുന്നതുകൊണ്ട് ഒരു നഷ്ടവും നിങ്ങളുടെ ജീവിതത്തിൽ വരാനില്ല. എൻ്റെ 6ാം ക്ലാസ് മുതൽ ഞാൻ പത്രം വായിക്കുന്നത്. 6ാം ക്ലാസ് മുതൽ ഞാൻ പത്രം വായിക്കുന്നത്. എൻ്റെ വീട്ടിൽ പത്രം വരുന്നത്. ഇന്നും ഒരു ദിവസം പത്രം വായിച്ചില്ലെങ്കിൽ എനിക്കൊരു അസ്വസ്ഥതയാണ്. ആ ഒരു അസ്വസ്ഥത നമുക്ക് ഫീൽ ചെയ്യണം പത്രം വായിച്ചില്ലെങ്കിൽ. ടി വിയുടെ വാർത്തകൾ കാണും. എത്ര പേര് വാർത്തകൾ കാണും? വീട്ടിൽ ചെന്നിട്ട് എത്ര പേര് വാർത്ത കാണും വീട്ടിൽ ചെന്നിട്ട്? അപ്പോൾ പത്രവായനയും വാർത്ത കേൾക്കുന്നതും ഒരു ഹാബിറ്റായിട്ട് മാറ്റുക. അതിൻ്റെ ഗുണം എന്താണെന്നറിയോ? നമ്മുടെ ചുറ്റും നടക്കുന്നത് എന്തെല്ലാം സംഭവവികാസങ്ങളാണ് എന്നുള്ളൊരു ധാരണ നമ്മുടെ മൈൻഡിൽ കിട്ടും. നമ്മുടെ ചുറ്റും എന്തെല്ലാം സംഭവവികാസങ്ങളാണ് നടക്കുന്നത്. വിദ്യാർത്ഥികൾക്കെതിരെ, യുവാക്കൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങൾ എന്തെല്ലാമാണ്, അത് ഏതെല്ലാം പ്രശ്ന രീതിയിലാണ് നമ്മളെ ബാധിക്കാൻ സാധ്യതയുള്ളത്. ഇതൊക്കെ മനസ്സിലാക്കണം. എന്ത് വേണം? നിങ്ങൾ റീൽസ് കണ്ടാൽ കിട്ടുമോ? അത് റീൽസ് കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റുമോ? ഇല്ല. അതിന് പത്രം വായിക്കണം, വാർത്തകൾ കുറച്ച് സമയമെങ്കിലും കേൾക്കണം. അപ്പോൾ ആ രീതിയിലേക്ക് നിങ്ങളുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ, നിങ്ങളുടെ ജീവിതചര്യകളെ മാറ്റിയെടുക്കുന്ന രീതിയിലേക്ക് നിങ്ങളുടെ വിദ്യാർത്ഥിയുടെ പഠന രീതികൾ മാറ്റിയെടുക്കുക. വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുക്കുക, പഠനത്തിന് പ്രാധാന്യം കൊടുക്കുക. അതിനോടൊപ്പം തന്നെ നമ്മുടെ അന്തർലീനമായ അമലി ബിജുവിന് എഴുതാനാണ് കഴിവ്. ഇവിടെ ഇരിക്കുന്നവർക്ക് പാടാനായിരിക്കും കഴിവ്. ആ കഴിവ് വളർത്തിയെടുക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് നിങ്ങൾ വളർന്ന് നല്ല മിടുക്കരായി, നല്ല കുട്ടികളായി, ഞാൻ പറഞ്ഞ പോലെ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും പ്രൗഡ് മോളായിട്ട് ഞാൻ മാറും, എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും പ്രൗഡ് മോനായിട്ട് ഞാൻ മാറും എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട്, നാളെ അമലി ബിജു ആണെങ്കിൽ നാളെ ഈ വേദിയിൽ നിൽക്കേണ്ട നിങ്ങൾ ഓരോരുത്തരുമാണെന്ന് ഒരിക്കൽ കൂടി സൂചിപ്പിച്ചുകൊണ്ട്, ഇനി നമ്മുടെ കേരള പോലീസിൻ്റെ ഭാഗമായിട്ട് ഒരു ബോധവൽക്കരണ ക്ലാസ്സും കൂടി ഞങ്ങളിവിടെ ഇന്നിവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. അത് ഞാൻ ബഹുമാനപ്പെട്ട നിങ്ങളുടെ പ്രിൻസിപ്പൽ മേഡത്തിൻ്റെ അടുത്ത്, ലീന മേഡത്തിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി വാം വെൽക്കം എന്നാണ് മേഡം പറഞ്ഞത്. ഇത് നമ്മുടെ ഒരു മാറുന്ന സമൂഹമാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട സംസ്ഥാന മുഖ്യമന്ത്രിയുടെയും സംസ്ഥാന പോലീസ് മേധാവിയുടെയൊക്കെ നിർദ്ദേശപ്രകാരം നമ്മുടെ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് ഇന്ന് വിവിധ നിയമവിഷയങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, നിങ്ങൾക്കറിയാം, നിങ്ങൾ വിദ്യാർത്ഥികളാണ്, നമ്മുടെ ലോകത്തിലുള്ള എല്ലാ നിയമങ്ങളൊന്നും നിങ്ങൾ അറിയണ്ട. ഒരുപാട് നിയമങ്ങൾ നമ്മുടെ രാജ്യത്ത് പാസ്സാക്കുന്നുണ്ട്, എല്ലാം ഒന്നും നമ്മൾ അറിയണമെന്നില്ല. പക്ഷേ നമ്മളൊരു വിദ്യാർത്ഥിയാണ്, നമ്മളൊരു സ്റ്റുഡൻ്റാണ്, ഈ സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു പൗരനാണ് എന്ന രീതിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട അടിസ്ഥാനപരമായ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളെങ്കിലും ചുരുങ്ങിയ പക്ഷം നിങ്ങൾ അറിഞ്ഞിരിക്കണം, ഇല്ലേ? എന്താണ് പോക്സോ ആക്ട്? നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഇല്ലേ? പോക്സോ ആക്ട് ആർക്ക് വേണ്ടിയുള്ളതാണ്? ആർക്ക് വേണ്ടിയുള്ള നിയമമാണ് പോക്സോ ആക്ട്? നിങ്ങൾക്ക് വേണ്ടിയുള്ള നിയമമാണ്. 18 വയസ്സിൽ താഴെ മാത്രമുള്ള വിദ്യാർത്ഥികൾക്കും, കുട്ടികൾക്കും, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വേണ്ടി 2012 നവംബർ 14 ഇന്ത്യ ഗവൺമെൻറ് പാസ്സാക്കിയ നിയമമാണ് പോക്സോ ആക്ട്, ഇല്ലേ? ഈ ആക്ട് അറിയാവുന്ന എത്ര പേരുണ്ട്? ഈ ആക്ട് അറിയാതെ നിയമത്തിൻ്റെ പടുകുഴിയിലേക്ക് ചെന്ന് വീണ ആൾക്കാരെയൊക്കെ നമുക്ക് നിസ്സഹകരമായിട്ട് നോക്കി നിൽക്കാനേ പറ്റുള്ളൂ. നിയമം പറഞ്ഞുകൂടാ. ഈ അടുത്ത കാലത്ത് നിങ്ങൾ പത്രമാധ്യമത്തിലൊക്കെ വായിച്ചിട്ടുണ്ടാകും, പത്തനംതിട്ട ജില്ലയിൽ 60ഓളം പേരെ അറസ്റ്റ് ചെയ്തു. നിങ്ങൾ വായിച്ചായിരുന്നോ? ആ അറസ്റ്റ് ചെയ്ത ആൾക്കാരത് ചോദിക്കുമ്പം ഈ നിയമത്തെക്കുറിച്ച് യാതൊരു ധാരണയുമില്ല. അവർക്കെതിരെ എല്ലാം ഈ ആക്ടാണ് ഇട്ടിരിക്കുന്നത്. ഈ നിയമത്തെക്കുറിച്ച് യാതൊരുമായ ധാരണയുമില്ല, ഇല്ലേ? അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളെ ബാധിക്കുന്ന നിയമങ്ങളെങ്കിലും നിങ്ങൾ കുറഞ്ഞ പക്ഷം മനസ്സിലാക്കണം, ഇല്ലേ? എന്താണ് ജുവനൈൽ ജസ്റ്റിസ് ആക്ട് നിങ്ങൾ അറിയണം. ചൈൽഡ് പ്രൊട്ടക്ഷൻ ആക്ട് എന്താണ് നിങ്ങൾ അറിയണം. സൈബർ ലോ, നിങ്ങളെല്ലാം ഫോൺ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. സൈബർ ലോ നിങ്ങൾ എന്താണെന്ന് അറിയണം. അപ്പോൾ എങ്ങനെ ആരോഗ്യകരമായ രീതിയിൽ ഫോൺ ഉപയോഗിക്കാം, എങ്ങനെ നിയമ സംവിധാനത്തിലൂടെ നമുക്ക് മുന്നോട്ട് പോകാം എന്ന് ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അതിനുവേണ്ടിയാണ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് സ്കൂളുകൾ കേന്ദ്രീകരിച്ച് ഇന്ന് ബോധവൽക്കരണ ക്ലാസ്സുകൾ നടത്തുന്നത്. അതിൻ്റെ ഒരു ക്ലാസ്സും കൂടി ഇന്ന് നിങ്ങളുടെ സ്കൂളിൽ ഇവിടെ നടത്തുന്നുണ്ട്. അതിന് ക്ലാസ് എടുക്കാൻ എത്തിയിട്ടുള്ള ശ്രീ അഭിലാഷാണ്. അഭിലാഷ് ഒരു അഡ്വക്കേറ്റും കൂടിയാണ്. അഭിലാഷ് എണീറ്റിക്കോ? അഭിലാഷ് ഒരു അഡ്വക്കേറ്റും കൂടിയാണ്. മജിസ്ട്രേറ്റിൻ്റെ റാങ്ക് ലിസ്റ്റിലെ ജേതാവും കൂടിയാണ് അദ്ദേഹം ഈ ആക്ടിനെ കുറിച്ച് നിങ്ങൾ ക്ലാസ് എടുക്കും. തീർച്ചയായിട്ടും ഞാൻ ദീർഘമായി പ്രസംഗിക്കുന്നില്ല. ഇന്നത്തെ നമ്മുടെ VIP അമല ബിജുവാണ്. അമല ബിജുവിൻ്റെ അനിയത്തിയുണ്ട് ഇവിടെ. ഞങ്ങളുടെ ബാഡ്മിൻ്റൻ്റെ താരം കൂടിയാണ് അമേയ, ബാഡ്മിൻ്റൺ താരമാണ്. അപ്പം ഞങ്ങൾ ഒരുമിച്ച് ഒരു കോർട്ടിൽ കളിക്കുന്നതാണ് ഞാൻ നൗഷാദ് സാറൊക്കെ. അപ്പം
അപ്പം സ്പോർട്സിനെ എല്ലാവരെയും പ്രൊമോട്ട് ചെയ്യുന്ന ഒരാളും കൂടിയാണ് ശ്രീ ബിജു കണ്ണങ്കര. ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട ആളാണ്. അദ്ദേഹത്തിൻ്റെ പ്രവാസിയാണ് ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ നാട്ടിലുള്ള ഏത് ആതുര സേവന രംഗത്തെ ഏത് കാര്യമെടുത്താലും മുൻപന്തിയിൽ നിൽക്കുന്ന ഒന്നാമത്തെ ആളാണ് ബിജു കണ്ണങ്കര എന്ന് പറയുന്നത്. അത്തരത്തിൽ ഞങ്ങൾക്കൊക്കെ ബഹുമാനമുള്ള സ്നേഹമുള്ള ആളാണ് ശ്രീ ബിജു കണ്ണങ്കര. അദ്ദേഹം എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാണെന്നൊക്കെ പറയത്തില്ലേ, അങ്ങനെ ഒരാളാണ് കേട്ടോ ബിജു കണ്ണങ്കര. ഒരു വലിയ ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ലാതെ സ്വന്തമായിട്ടൊരു സാമ്രാജ്യം ഉണ്ടാക്കിയെടുത്ത ഒരാളാണ്. നമ്മളൊക്കെ എന്ത് കാര്യത്തിന് വിളിച്ചാലും ഓടി ആദ്യത്തെ നിമിഷം വരുന്ന ഒന്നാമത്തെ ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മോള് ഈ നിലയിലൊക്കെ എത്തി എന്ന് പറയുമ്പോൾ ഞങ്ങൾക്കൊന്നും അത്ഭുതപ്പെടാനൊന്നുമില്ല. അതേപോലെ ആയിരിക്കണം നിങ്ങൾ ഓരോരുത്തരും. നാളെയുടെ വാഗ്ദാനങ്ങളായിട്ട് നിങ്ങൾ ഓരോരുത്തരും മാറട്ടെ. ഞാൻ സുദീർഘമായ പ്രസംഗിച്ച ഇതിനൊരു ക്ലാസ്സും കൂടി ഉള്ളതുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ ചുരുക്കുന്നു. ജയ് ഹിന്ദ്. Up next, we are privileged to have Sri P.K. Anil Kumar, a renowned writer and speaker, to deliver the keynote address. Sir, the stage is yours. വേദിയിലിരിക്കുന്ന ആദരണീയരായ